എവർക്കും ഫുട്ബോൾ സ്റ്റേഡിയം മലയാളത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നലെ നടന്ന ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ മത്സരത്തെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഒട്ടിക്കുക. വീരോചിതമായി പോരാടി, എന്നാൽ ഒടുവിൽ അതൊരു സമനിലയിൽ അവസാനിച്ചു. അതിന് കാരണമെന്ന് പറയുന്നത് രണ്ടെണ്ണമുണ്ട്. ആദ്യത്തെ കാരണം ബ്ലാസ്റ്റേഴ്സിൻ്റെ അലംഭാവം തന്നെയാണ്. 2 ഗോൾ സ്കോർ ചെയ്തതിന് ശേഷം ബ്ലാസ്റ്റേഴ്സ് 2 ഗോൾ വഴങ്ങുകയാണ് ചെയ്തത്, അതും 15 മിനിറ്റിനുള്ളിൽ തന്നെ. അത് വളരെ മോശം തന്നെയായിരുന്നു. ഡിഫൻസിൻ്റെയും ഗോളിയുടെയും മിസ്അണ്ടർസ്റ്റാൻഡിങ് പ്രശ്നങ്ങളിലൂടെയൊക്കെ, കമ്മ്യൂണിക്കേഷൻ പ്രശ്നങ്ങളിലൂടെയൊക്കെ വന്നതായിരിക്കാം ആ ഗോളുകൾ. അതിൽ ആദ്യത്തെ ഗോൾ ഒരു ഓൺ ഗോളാണ്. അതാണ് ഏറ്റവും സങ്കടപ്പെടുന്നത്. കോഫിയുടെ ഒരു ഓൺ ഗോളായിരുന്നു. രണ്ടാമത്തേത് ഗോളി ജസ്റ്റ് ക്ലിയർ ചെയ്തിട്ടതായിരുന്നു. എന്നാൽ ഒരു പ്രോപ്പർ ക്ലിയറൻസ് എന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ അത് പിന്നീട് പോസ്റ്റിലേക്ക് പോകുമ്പോൾ ഒരു ഗോളൈസ് സേവാണെന്ന് തോന്നിച്ചു കോഫിൻ്റെ, എന്നാലും അത് ഗോളാവുകയായിരുന്നു. പിന്നെ രണ്ടാമത്തത് ഒരു 1-to-1 പാസ് കളിച്ചുകൊണ്ട് ഡിഗോ മൗറീഷ്യോയും മറ്റുള്ള പ്ലെയർ കൂടി 1-to-1 പാസ് കളിച്ചുകൊണ്ട് ഡിഗോ മൗറീഷ്യോൻ്റെ ഒരു നല്ല എക്സലൻറ്റ് ഗോൾ തന്നെയാണ് കണ്ടത്. അതുപോലെ തന്നെ നോഹ സദോയുടെ ഗോളും, ജീസസ് ജിംനസ് നോഹയ്ക്ക് കൊടുത്ത പാസിൽ നോഹ നേടിയ ഗോളും, നോഹ ജീസസ് ജിംനസിന് കൊടുത്തിട്ട് ജീസസ് ജിംനസ് അടിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് ജീസസ് നോഹയ്ക്ക് അസിസ്റ്റ് കൊടുത്തു, നോഹ ജീസസിനും അസിസ്റ്റ് കൊടുത്തു, രണ്ടാളും അങ്ങോട്ടും അസിസ്റ്റും കൊടുത്തു, ഗോളും അടിച്ചു എന്നൊരു കാര്യമാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്. അടുത്തതായി പറയാനുള്ളത് റഫറിയുടെ പിഴവാണ്. റഫറിയുടെ പിഴവ് കൊണ്ടാണ് ഇന്നലെ വിജയിക്കുമെന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്ന മത്സരം, 3-2 വിജയിക്കുമെന്ന് പറയാൻ സാധിക്കുന്ന മത്സരം സമനിലയിലേക്ക് അവസാനിക്കുന്ന കാഴ്ച. റഫറിയുടെ പോരായ്മ ഈ സീസണിൽ ഉണ്ടാവില്ലെന്ന് പ്രതീക്ഷിച്ച സമയത്തായിരുന്നു നോർത്ത് ഈസ്റ്റും മോഹൻ ബഗാനുമായിട്ടുള്ള മത്സരത്തിൽ റഫറിയുടെ ഒരു ഇത് വരുന്നത്. പിന്നീട് ഇപ്പോഴും കാണാൻ സാധിക്കുന്നു റഫറിയുടെ മിസ്അണ്ടർസ്റ്റാൻഡിങ് പ്രശ്നങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. പെനാൽറ്റി 100% പെനാൽറ്റിയായ കാര്യം, നോഹ സദോയെ ഫൗൾ ചെയ്തിട്ട് ബോക്സിൽ, എന്നാൽ അത് പെനാൽറ്റി അനുവദിച്ചില്ല റഫറി. അത് നോഹ സദോയെ ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷേ പെനാൽറ്റി അനുവദിച്ചില്ല റഫറി. വാർ കൊണ്ടുവരാൻ പറഞ്ഞാൽ പണമില്ല, എന്നാൽ റഫറിമാരാണെങ്കിൽ ആകാശത്ത് നോക്കിയിരിക്കുകയാണ്. പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒന്നുമില്ല. മെയിൻ റഫറി ശ്രദ്ധിച്ചില്ലെങ്കിൽ സൈഡ് റഫറിയെങ്കിലും ശ്രദ്ധിക്കേണ്ടതാണ്. സൈഡ് റഫറി അത് കണ്ടിട്ടുണ്ടെങ്കിൽ മെയിൻ റഫറിയോട് ആവശ്യപ്പെടേണ്ടതാണ്. അതൊന്നും ഉണ്ടായിട്ടില്ല ഇന്നലെ. സൈഡ് റഫറിയോട് ചോദിക്കുക പോലും ചെയ്തിട്ടില്ല മെയിൻ റഫറി എന്നുള്ള കാര്യമാണ്. എങ്ങനെയെങ്കിലും മത്സരം അവസാനിപ്പിച്ചതും സമനിലയിലാക്കണം എന്നുള്ളൊരു ചിന്തയിലായിരുന്നു റഫറി ഇന്നലെ മത്സരം നിയന്ത്രിച്ചിരുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അത് വളരെ മോശമായ തീരുമാനമാണ്. ഒരു ടീമിൻ്റെ 3 പോയിൻറ്റുകളാണ് ഇന്നലെ റഫറി തുലച്ച് കളഞ്ഞതെന്ന് പറയണം. ബ്ലാസ്റ്റേഴ്സിനുപരി മറ്റ് ചാൻസുകൾ ലഭിച്ചെങ്കിലും അതൊന്നും ഗോളിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ല. എന്നാൽ കൂടി ഷുവറായിട്ടുള്ളൊരു ഇതായിരുന്നു പെനാൽറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അത്രത്തോളം അങ്ങ് പറയുന്നത്. ബോക്സിന് പുറത്തൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് ഓക്കെ പോട്ടെ എന്ന് വെക്കാമായിരുന്നു. പക്ഷേങ്കിൽ ഷുവറായിട്ടുള്ളൊരു പെനാൽറ്റി, അതും ഗോൾ സാധ്യത കൂടുതലുള്ളൊരു പെനാൽറ്റി മിസ്സാക്കി പോക്കി റഫറി തരാതിരുന്നതിൽ വളരെയധികം സങ്കടമുണ്ട്. അപ്പം മത്സരം സമനിലയിൽ അവസാനിച്ചു. ഇനി അടുത്ത മത്സരം മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബിനെതിരെയാണ്. ഇനി 15 ദിവസത്തോളം ഉണ്ട്. അതിനുശേഷമാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം. അതും ഹെവി മത്സരമാണ്. അതിനുശേഷം ബംഗളൂരുമായിട്ട് ഹോം മത്സരം വരുന്നുണ്ട്. 20-നാണ് മുഹമ്മദൻ എഫ്സിനെ ബ്ലാസ്റ്റേഴ്സ് നേരിടുന്നത്. അതിനുശേഷം 5 ദിവസങ്ങൾക്ക് ശേഷം ബംഗളൂരു എഫ് സി ഹോം സ്റ്റേഡിയത്തിൽ വെച്ച് ബ്ലാസ്റ്റേഴ്സിന് കൊച്ചി സ്റ്റേഡിയത്തിൽ വെച്ച് നേരിടുന്നതായിരിക്കും. ബംഗളൂരിനെ പറ്റി പറയുകയാണെങ്കിൽ അലിശക് റെയ്നിയാണ് ഈ സീസണിൽ. ഏതായാലും അതിൻ്റെ വീഡിയോക്കായി പിന്നെ വരാം. ഇന്നത്തെ വീഡിയോ വേണ്ടി ചെയ്യണം. മറ്റു വീഡിയോ വേണ്ടി കണ്ടുകിട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.